ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. കൃത്യനിഷ്ഠയും സത്യസന്ധതയും വളരെ കൂടുതലുള്ളവരായിട്ടുള്ള ഈ പൂരം നക്ഷത്രക്കാരിൽ ഈ മാർച്ച് മാസത്തിലെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്ന ഒരു സമയമാണ്. പൂരം നക്ഷത്രക്കാർ ഈ മാർച്ച് മാസത്തിൽ തൊഴിൽ മേഖലകളിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പൊതുവേ ഈ പൂരം നക്ഷത്രക്കാർക്ക് അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടൊരു സമയമാണ്. കൂടാതെ ജന്മരാശിയിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യവുമുണ്ട്. മാർച്ച് മാസം 15-ാം തീയതിക്ക് ശേഷമാണെങ്കിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യന് അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ ജീവിതാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ ശാരീരികമായിട്ടുള്ള ക്ലേശതകൾ വരാതെ സൂക്ഷിക്കണം. ഈ ഒരു സമയങ്ങളിൽ ഇനി കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ വളരെയധികം ശ്രദ്ധ വേണം. ഈ ഒരു മാർച്ച് മാസത്തിൽ കർമാധിപതിയായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ അഷ്ടമഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തൊഴിൽ മേഖലകളിൽ മാനസിക സമ്മർദ്ദങ്ങൾ വരാതെ നോക്കണം. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് മത്സരങ്ങളെ നേരിടേണ്ടതായിട്ട് വരുമെങ്കിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധ വേണം ഈ മാർച്ച് മാസത്തിൽ. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. വിശേഷിച്ച് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു മാസം കൂടിയാണ്. വിദ്യാമാതുലകാരകനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതും 5-ാം ഭാവനാഥനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് 5-ാം ഭാവത്തേക്ക് നോക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്ന സമയമാണ്. പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാനും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. പക്ഷേ കുടുംബ സംബന്ധമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈ ഒരു സമയങ്ങളിൽ അഭിപ്രായ ഭിന്നത വരാതെ സൂക്ഷിക്കണം. അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.